നമസ്കാരം. ഓം ശരവണഭവായ നമഃ. എല്ലാ മാസത്തിലും ഷഷ്ഠി വ്രതമുണ്ട്. എന്നാൽ സുബ്രഹ്മണ്യ ഭക്തർ കാത്തിരിക്കുന്ന 6 ദിവസത്തെ സ്കന്ദഷഷ്ഠി വ്രതം തുലാമാസത്തിലെ പ്രഥമ മുതൽ ഷഷ്ഠി തിഥി വരെയുള്ള വ്രതം ബുധനാഴ്ച ഒക്ടോബർ 22 മുതൽ തുടങ്ങുകയാണ്. സന്താനാഭിവൃദ്ധിക്കും സൽസന്താന യോഗത്തിനും രോഗദുരിതശാന്തിക്കും ദാമ്പത്യ ഭദ്രതയ്ക്കും അങ്ങനെ നാം ആഗ്രഹിക്കുന്നതെന്തും പരിപാവനമായ ഈ ഒരു വ്രതത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു സ്കന്ദഷഷ്ഠി വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ ഭർത്തൃസന്താന ദുഃഖവും തീരാവ്യാധികളും ഉണ്ടാവുകയില്ല. മക്കളുടെ ശ്രേയസിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി അമ്മമാർ എല്ലാ മാസത്തെയും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. പരമശിവന്റെയും പാർവതീദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമി താരകാസുര നിഗ്രഹത്തിന് ശേഷം ശൂരപത്മാസുരൻ എന്ന അസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും അദൃശ്യനാക്കി. സ്കന്ദനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും അമ്മ പാർവതീദേവിയും തുടർച്ചയായ 6 ദിവസം വ്രതമനുഷ്ഠിക്കുകയും തന്മൂലം സൂരപത്മാസുരന്റെ മായയെ അതിജീവിച്ച് ഈ തുലാമാസത്തിലെ ഷഷ്ഠി ദിനത്തിലാണ് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിക്കുകയും ചെയ്തത്. അതിനാലാണ് തുലാമാസത്തിലെ ഷഷ്ഠി സ്കന്ദഷഷ്ഠിയായി അറിയപ്പെടുന്നത്. അതിനാണ് സന്താന സൗഭാഗ്യത്തിനും മക്കളുടെ നന്മയ്ക്കുമൊക്കെയായി അമ്മമാർ ഈ വ്രതം നോറ്റാൽ ഉത്തമമാണ് എന്ന് പറയുന്നത്. ഇനി 6 ദിവസത്തെ സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കുന്നതെന്നാണ് എന്ന് പറയാം. ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ ഒക്ടോബർ 27 ശൂരപത്മാസുരനെ വധിക്കുന്ന അന്ന് വരെയാണ് സ്കന്ദഷഷ്ഠിയായി പറയപ്പെടുന്നത്. എന്നാൽ ശൂരപത്മാസുരനെ വധിച്ച് അടുത്ത ദിവസം വള്ളി ദേവയാനി വിവാഹത്തോടുകൂടിയാണ് ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഒക്ടോബർ 27 തീയതിയാണ് സ്കന്ദഷഷ്ഠി വരുന്നത്. തിരുക്കല്യാണം വരുന്നത് 28 തീയതിയാണ്. സ്കന്ദഷഷ്ഠി വ്രതം എടുക്കേണ്ടത് 22 തീയതി മുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പല രീതിയിൽ ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഒരു നേരം ആഹാരം കഴിച്ച് ഈ വ്രതം എടുക്കാവുന്നതാണ്. പാലും പഴവും മാത്രം കഴിച്ച് ഈ വ്രതം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇളനീര് മാത്രം, അതായത് കരിക്ക് വെള്ളം മാത്രം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതികഠിനമായ രീതിയാണ്. അത് ഓരോ ദിവസവും ഓരോ കുരുമുളക് കഴിച്ചുകൊണ്ട്, അതായത് ആദ്യത്തെ ദിവസം 1 കുരുമുളക്, രണ്ടാമത്തെ ദിവസം 2 കുരുമുളക്, അങ്ങനെ 7 ദിവസം 7-ാം ദിവസം 7 കുരുമുളക് കഴിച്ച് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. സാധാരണ ഞാനൊക്കെ വ്രതം നോക്കുന്നത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടായിരുന്നു. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്നുള്ള തീർത്ഥം അഭിഷേകം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നുള്ള തീർത്ഥം വാങ്ങിച്ചു കുടിച്ച് അവിടെ നിന്ന് ചോറ് ലഭിക്കുമായിരുന്നു. ആ ചോറ് ആണ് കഴിച്ച് വ്രതം നോറ്റുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ചായ, കാപ്പി പോലുള്ള പാനീയങ്ങൾ ഉപേക്ഷിക്കുകയും മധുരപലഹാരങ്ങൾ, ബേക്കറിയിൽ നിന്നുള്ള മധുരപലഹാരങ്ങൾ ഉപേക്ഷിക്കുകയും മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ അതും ഈ 7 ദിവസവും നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല. പകലുറക്കവും പാടില്ല, രാത്രിയിൽ ഉറങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രമേ വ്രതം എടുക്കാൻ പാടുള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടില്ല ശരീരത്തെ നോവിച്ചുകൊണ്ട് വ്രതം എടുക്കുവാനായിട്ട്. മരുന്നും മറ്റുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം വ്രതം എടുക്കുവാനായിട്ട്. ഇനി വ്രതം എടുക്കാൻ കഴിയാത്തവർ, അതായത് വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും അശുദ്ധി കാരണവും മറ്റും ഒക്കെ വ്രതം എടുക്കാൻ കഴിയാത്തവരുണ്ടാകും. അവർ ഈ 7 നാളും സുബ്രഹ്മണ്യ ഭജനം ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്ന് പൂജയും വഴിപാടുകളുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാവുന്നതാണ്. എന്നും അമ്പലത്തിൽ പോകാൻ സാഹചര്യമുള്ളവർ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ എന്നും പോകാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് കഴിയാത്തവർ വീട്ടിൽ എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച്, കഴിയുമെങ്കിൽ ഒരു മൺചിരാതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിച്ച് സുബ്രഹ്മണ്യ ഭജനം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏത് ആഗ്രഹം നടക്കുവാനായിട്ടും എന്നും രാവിലെയും വൈകിട്ടും ഈ 7 ദിവസവും ഓം ശരവണഭവ എന്ന മന്ത്രം ഒരു 108 തവണ ജപിക്കേണ്ടതാണ്. എന്നും സ്കന്ദഷഷ്ഠി കവചം ചൊല്ലാൻ അറിയാവുന്നവർ അത് ചൊല്ലാവുന്നതാണ്. അത് ചൊല്ലാൻ അറിയില്ലെങ്കിൽ ടിവിയിലോ യൂട്യൂബിലോ മറ്റോ ഇട്ട് എന്നും സന്ധ്യയ്ക്കത് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേൽമാറൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാമന്ത്രം തന്നെയാണ്. എത്ര വിട്ടുമാറാത്ത അസുഖം നിങ്ങൾക്കുണ്ടെങ്കിലും അത് മാറുവാനായിട്ട് എന്നും വേൽമാറൽ ചൊല്ലിയാൽ മതി. അതുപോലെ വ്രതം എടുക്കുന്നവരായാലും വ്രതം എടുക്കാൻ കഴിയാത്തവരായാലും അവരുടെ പൂജാമുറിയിൽ ഒരു ഷഡ്കോണ കോലം വരച്ചിട്ട് അതിൽ ശരവണഭവ എന്ന ഒരു ദിവസം ഒരു മൺവിളക്ക്, അതായത് സ എന്ന ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി ക്ലോക്ക് വൈസിൽ ദീപം തെളിയിക്കേണ്ടതാണ്. അതായത് 1-ാം ദിവസം ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടത് സ എന്ന അക്ഷരത്തിലാണ്. അടുത്ത ദിവസം ര, അങ്ങനെ ഓരോ ദിവസവും ഓരോ അക്ഷരത്തിലായിട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ്. 6-ാം ദിവസം സ്കന്ദഷഷ്ഠിയുടെ അന്ന് വായിലെത്തുമ്പോൾ മാത്രമാണ് 6 വിളക്കും ഒന്നിച്ചു തെളിയിക്കേണ്ടത്. ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈ ദീപം ഒന്ന് തെളിയിക്കൂ. അത് ഭഗവാൻ മുരുകൻ നടത്തി തരുന്നതാണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി വേണം ഇത് ചെയ്യുവാനായിട്ട്. അപ്പോൾ 100% അതിന് നമുക്ക് ഫലം ലഭിക്കുക. ഇനി പീരീഡ്സോ പുലവാലായ്മയോ ഉള്ളവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാനെ ഭജിക്കാവുന്നതാണ്. വ്രതം നോൽക്കണമെന്നില്ല, ഈ 6 ദിവസവും ഭഗവാനെ ഭജിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ആഗ്രഹം സാധിക്കുവാനായിട്ട് ഈ 7 ദിവസവും മുരുകനിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഇനി ഈ പറയുന്ന പവർഫുൾ ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ഇടതു കൈയിൽ വാച്ച് കെട്ടുന്ന മണിക്കെട്ട് പകുതിയിലായിട്ട് എഴുതുക. ഏഞ്ചൽ നമ്പർ ഇതാണ് 197551. എല്ലാവരും ഇതിനോടകം തന്നെ സ്കന്ദഷഷ്ഠി വ്രതം തുടങ്ങിക്കാണുമെന്നറിയാം. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ വ്രതം പൂർത്തീകരിക്കാനാകട്ടെ.